ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി യൂണിവേഴ്സൽ 1111 എന്ന പോർട്ടൽ തുറന്ന ദിവസമാണ്. നവംബർ മാസം 11 മാസം 11 തീയതി. ഇന്ന് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് എന്ത് കാര്യങ്ങളും ജീവിതത്തിലേക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഡ്രീംസും നമ്മുടെ ഗോൾസും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തുടക്കമായിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. നമ്മളും നമ്മുടെ ചാനലിൽ കൂടി ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ മാസ്മരികമായ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ സെഷൻസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഓരോ ലൈക്സും ഓരോ കമൻറ്റും ആണ് നമുക്ക് മുന്നോട്ടേക്കുള്ള വിജയകരമായ യാത്രയ്ക്ക് ഊർജ്ജം നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഗോളുകൾ ഇന്നു മുതൽ ഈ 1111 എന്നുള്ള പോർട്ടൽ ഉപയോഗിച്ച് തുടക്കം കുറിച്ച് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എത്രയും വേഗം യൂണിവേഴ്സിൽ നിന്നും സാധിച്ചെടുക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ, നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ, 3 ഗോളുകൾ അല്ലെങ്കിൽ നമ്മുടെ 3 സ്വപ്നങ്ങൾ ഒരു വെള്ള പേപ്പറിൽ നമ്മൾ കൃത്യമായി അക്കമിട്ട് എഴുതി വെക്കുക. മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വരുന്ന 3 ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എനിക്ക് ഒരു 50,000 രൂപ ഒരാവശ്യം എനിക്ക് നേടിയെടുക്കണമെങ്കിൽ എനിക്കൊരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിലായിരിക്കും ഞാനത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബിസിനസ് സംരംഭത്തിന്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, പണമായിരിക്കാം, എന്തുമാകട്ടെ, അതിന് ഒരു ടൈം പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ എത്ര ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നും കൃത്യമായി ആ വെള്ള പേപ്പറിൽ എഴുതി വെക്കുക. ഈ 3 ഗോളുകൾ, 3 ഡ്രീമുകൾ കൃത്യമായി എഴുതി വെച്ചതിന് ശേഷം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് വിഷ്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, നമ്മൾ എഴുതി വെച്ച 3 സ്വപ്നങ്ങൾ, അതുമായി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് തരുന്ന, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഇമേജ്, നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ എഫക്റ്റ് തരുന്ന ഒരു ഇമേജ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ നമ്മൾ എപ്പോൾ നോക്കിയെങ്കിലും കാണാൻ പറ്റുന്ന പാകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ രാത്രിയിൽ കടന്നുറങ്ങുന്നതിന് മുമ്പും കാണാൻ പറ്റുന്ന പാകത്തിൽ ഈ 3 ഇമേജുകൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് വിഷൻ ബോർഡും യൂസ് ചെയ്യാം. വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ എണീച്ചു. നമ്മുടെ ഈ 3 ഗോളുകൾ കണക്റ്റഡ് ആയിട്ടുള്ള ഇമേജസിൽ നോക്കി നമ്മൾ എന്താണോ നമ്മൾ ഡ്രീം ചെയ്യുന്ന ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുത്തു എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ, പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ള വിശ്വാസത്തിൽ, ആ ഒരു ഡ്രീം നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം എന്തായിരിക്കും, നമ്മൾ എന്തൊക്കെയായിരിക്കും അനുഭവിക്കുക, ഇതെല്ലാം റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നതുപോലെ നമ്മൾ അതിനെ കുറച്ചു നേരം ശാന്തമായിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് വേണം ഓരോ പ്രഭാതവും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ തുടങ്ങുവാൻ. അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകാൻ പോകുന്ന രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ വിഷൻ ബോർഡ് അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ ആഗ്രഹങ്ങളുമായി കണക്ട് ചെയ്ത ഈ 3 ഇമേജുകൾ നോക്കി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കുക. ഇത് 1-2 ദിവസം ചെയ്യേണ്ട കാര്യമല്ല, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു തുടരേണ്ട ഒരു പ്രക്രിയയാണ്. നമ്മൾ ഏത് കാര്യവും ആദ്യത്തെ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ചെയ്തു കഴിഞ്ഞാൽ
നമുക്കൊന്നും നേടാൻ കഴിയില്ല. കാരണം എന്ത് പ്രവൃത്തിയായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അത് നമ്മുടെ ലൈഫിലേക്ക് ഒരു ഹാബിറ്റായി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തിനും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. തുടർച്ചയായി ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ ആദ്യം തുടങ്ങിയത് അതേ എനർജിയിലും അതേ വൈബ്രേഷനിലും അതേ ഫ്രീക്വൻസിയിലും വേണം നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാ ദിവസങ്ങളിലും ചെയ്യുവാൻ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയോട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തോട് പൂർണ്ണമായ വിശ്വാസത്തോടെ ഇത് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, ഇന്ന സമയത്ത് നമ്മൾ അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു പ്ലാനിലേക്ക് ഒരിക്കലും നമ്മുടെ മൈൻഡ് പോകരുത്. ആ സമയം അങ്ങനെ പോകുമ്പോൾ നമ്മൾ തന്നെ അത് മനസ്സിലാക്കി നമ്മുടെ മൈൻഡിനെ കറക്റ്റ് ചെയ്ത് ആ ഒരു നെഗറ്റീവിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങാൻ. അതേപോലെ തന്നെ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമയക്രമം അനുസരിച്ചിട്ട് മിനിമം ഒരു 10 അല്ലെ 15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്നത് സാധാ ഒരു മെഡിറ്റേഷൻ അല്ല. ആ മെഡിറ്റേഷൻ്റെ കൂടെ നമ്മുടെ ഈ ഗോൾസുമായി കണക്ട് ചെയ്ത് കൊണ്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാമെങ്കിൽ അതായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിന് പല ചാനലുകളിലും പല യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3 ആഗ്രഹങ്ങൾ എഴുതി വിഷ്വലൈസ് ചെയ്ത് ദിവസവും മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് ശക്തമായ വിശ്വാസത്തോടെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെച്ച് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഡൗട്ടും ഇല്ലാതെ പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം നമ്മൾ ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ പല ടെർമിനോളജികളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. തുടക്കക്കാർക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് കാര്യമായാലും നമ്മളുടെ ചാനലിൽ വരുന്ന വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അതല്ല എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ വളരെ ശക്തമായ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായി ഈ എനർജി ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മിഥുൻ സ്കിൽസ് ഫെയർ എന്ന ചാനലിൽ കൂടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു സെഷൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇനി മുതൽ വരുന്ന എല്ലാ സെഷൻസിലെ വീഡിയോയും പൂർണ്ണമായും കാണുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ, നമ്മുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്കുകളായിട്ടും അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റുകളായും രേഖപ്പെടുത്തി നമ്മുടെ ഈ യാത്ര പരിപൂർണ വിജയമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ആ ഒരു പ്രതീക്ഷയോടെ നമ്മുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുടെ മെഡിറ്റേഷൻ പ്ലസ് വിഷ്വലൈസേഷൻ ടെക്നിക്കുകളുമായിട്ട് നാളെ മുതൽ നമ്മുടെ ചാനലിൽ കൂടെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇന്ന് രാത്രിയിൽ 11:11 എന്നുള്ള സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഈ യാത്ര നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കട്ടെ എന്ന് ജഗദീശ്വരനോടും യൂണിവേഴ്സിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ, മിഥുൻ സ്കിൽസ് ഫെയർ.